ഹലോ പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമായിരുന്നു, കുറച്ച് ദിവസമായിട്ട് നമ്മൾ പറയുന്ന കാര്യമായിരുന്നു, ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തി എന്നുള്ള കാര്യം അല്ലേ. യെസ്, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻസിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും. ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർ, ഇനിയും സ്റ്റാർട്ട് ചെയ്യാത്തവർ, ഇനിയും പഠിച്ച് തുടങ്ങാത്തവർ ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. നമുക്കിനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ നമ്മുടെ കൺമുൻപിലുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നിങ്ങൾ ഓൾറെഡി +1 എക്സാം ഒക്കെ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സെക്ഷൻ എ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ 10 മാർക്സിനുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 8 മാർക്സ് എസ്സേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതേപോലെ 5 മാർക്സ് എസ്സേൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ നമ്മൾ കുറച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. പക്ഷേ 1 മാർക്കിൻ്റെ കേസ് അങ്ങനെയല്ല. ആൻസർ കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അവിടെ ആ ഒരു കംപ്ലീറ്റ് മാർക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആൻഡ് അത് മാത്രമല്ല, ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് അത്ര ഇൻ ഡെപ്ത് ആയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം പോർഷൻസിൻ്റെ, അതായത് ഓണം എക്സാമിൻ്റെ പോർഷൻസും ഉണ്ട്, ക്രിസ്മസ് എക്സാമിനുണ്ട്. രണ്ടുകൂടെ കൂട്ടി മൊത്തം നമുക്ക് 9 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിനായിട്ടുള്ളത്. 9 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളുക. ആൻഡ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈക്രോ വെച്ചിട്ട് തന്നെ തുടങ്ങാം. മൈക്രോ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രോബ്ലം ഓഫ് ചോയ്സ് അറൈസസ് ഔട്ട് ഓഫ് ഡാഷ്. സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് ആണോ, അബണ്ടൻസ് ഓഫ് റിസോഴ്സസ് ആണോ, ലിമിറ്റഡ് വോൺസ് ആണോ, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. നമുക്കറിയാം നമ്മുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമിയിൽ വരുന്നൊരു സംഭവമാണ് പ്രോബ്ലം ഓഫ് ചോയ്സ്. എന്ത് കാരണമാണ് വരുന്നത് നോക്കി, സ്കാസിറ്റി ഓഫ് റിസോഴ്സസ് കാരണമാണ് ഈ ഒരു സംഭവം വരുന്നത് അല്ലേ. എന്താണ് നമ്മുടെ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്കേഴ്സ് ആണ്, ലിമിറ്റഡ് ആണ്. അത് കാരണമാണ് എന്ത് വരുന്നത്, പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോക്കി, ഫോർ ഹും ടു പ്രൊഡ്യൂസ് ഇസ് എ പ്രോബ്ലം റിലേറ്റഡ് ടു ഡാഷ്. ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ആണോ, സെലക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ, അതോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണോ, അതോ പ്രൈസ് ഡിറ്റർമിനേഷൻ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, യെസ്. ആൻഡ് അടുത്താണ് എന്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ എന്ന ചോയ്സ് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം എന്താണ് ഹൗ ടു പ്രൊഡ്യൂസിലാണ് എന്ത് വരുന്നത്, ചോയ്സ് ഓഫ് ടെക്നോളജി വരുന്നത് അല്ലേ. നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉണ്ട്, അതേപോലെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ആണ് ചോയ്സ് ഓഫ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്ത് പറയുന്നത്, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മുടെ PPCയുടെ ഷേപ്പ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ PPC എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു ഷേപ്പാണ് നമ്മുടെ PPC വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആണോ, കോൺകേവ് ടു ദി ഒറിജിൻ ആണോ, ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ. നമുക്കറിയാം എന്താണ് കോൺകേവ് ടു ദി ഒറിജിൻ ആണ് എന്ത്, നമ്മുടെ PPC അല്ലെങ്കിൽ PPF എന്ന് നമ്മൾ ഇതിനെ വിളിക്കും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും കൂടി ഇതിനെ വിളിക്കുന്നതാണ്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എന്ത് നോക്കിയേ, ഇൻ എ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ ഡാഷ്. ഓക്കെ, ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ മാർക്കറ്റ്, ദ ഗവൺമെന്റ്, ബോത്ത് മാർക്കറ്റ് ആൻഡ് ഗവൺമെന്റ്, കോർപ്പറേറ്റ് സെക്ടർ. നമുക്കറിയാം ഇതാണ് ഗവൺമെന്റ് ആണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് നോക്കിയേ, ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക് വേരിയബിൾ. ഇതിൽ ഏതാണ് മൈക്രോ എക്കണോമിക് വേരിയബിളിന്റെ ഒരു എക്സാമ്പിൾ എന്നാണ് ചോദിച്ചത്. മൈക്രോ മീൻസ് എന്താണ്, സ്മോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് സ്റ്റഡിയാണ് മൈക്രോ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, നാഷണൽ ഇൻകം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇൻഡിവിജ്വൽ ഇൻകം. ഇത് നിങ്ങൾ നോക്കിയേ, ഈ നാഷണൽ ഇൻകം ആയിക്കോട്ടെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് നമ്മുടെ മൊത്തം ടോട്ടൽ സ്റ്റഡിയാണ്, ഒരു ആഗ്രിഗേറ്റ് സ്റ്റഡിയാണ് അല്ലേ. ഇതിൽ ഇൻഡിവിജ്വൽ സ്റ്റഡി എന്ത് മാത്രമാണ്, ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻകം. അതാണ് മൈക്രോ എക്കണോമിക് വേരിയബിളിലെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് യെസ്, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വെൻ ഇൻകം ഇൻക്രീസസ് ദ ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ് ടുവേർഡ്സ്. ഇൻകം കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ആണോ, റൈറ്റ് ആണോ, ഡൗൺവേർഡ്സ് ആണോ, നൺ ഓഫ് ദീസ് ആണോ. നമുക്കറിയാം റൈറ്റിലേക്കാണ് അല്ലേ. നോക്കിയേ, നമ്മുടെ ഇൻകം കൂടുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ. ഇൻകം കൂടുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ റൈറ്റിലേക്ക്, മുകളിലേക്ക്, അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് കൺസ്യൂമേഴ്സ് ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ, കൺസ്യൂമറിന്റെ ഇൻകം കൂടുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിനോടുള്ള നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് ആണോ, കോൺസ്റ്റന്റ് ആണോ, ഡിക്രീസ് ആണോ, നൺ ഓഫ് ദീസ് ആണോ. ഡിക്രീസ് ആണ് സംഭവിക്കുക. ഓക്കെ, എന്താണ് നമ്മുടെ ഇൻകം കൂടുമ്പോൾ നമുക്ക് ഇൻഫീരിയർ ഗുഡ്സിനോടുള്ള ആ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, നേരെ തിരിച്ച് കൺസ്യൂമറിന്റെ ഇൻകം കുറയുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്
കൂടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ? ഇതിൽ ഏതാണ് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. P1x1 plus P2x2 is equal to m, P1x1 plus P2x2 greater than m, P1x1 plus P2x2 less than m, none of this. ഏതാണ്? നമുക്കറിയാം ഫസ്റ്റ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. P1x1 plus P2x2 is equal to m ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണോ, -P1/P2 ആണോ, അതോ നൺ ആണോ? നമുക്കറിയാം ഏതാണ്. MRS ആണ്. എന്തെന്ന് പറയുന്നത്? MRS ആണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻഡിഫറൻസ് കർവിന്റെ എന്തെന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ PPCയുടെ ആണ്. ആൻഡ് -P1/P2 എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ്റെ ആണ്. ഓക്കെ, ആൻഡ് വേറെ ക്വസ്റ്റ്യൻ മസ്റ്റ് ചോദിക്കാം, വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്താണ്? ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്? കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് കേട്ടോ. കോൺവെക്സ് ഷേപ്പ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ അതർ തിങ്സ് റിമൈൻസ് ദ സെയിം, ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ്, ഇറ്റ്സ് ഡിമാൻഡ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക? കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്താണ് സംഭവിക്കുന്നത്? നോക്കി, ഫോൾസ്, റൈസസ്, നെവർ ചേഞ്ച്, കോൺസ്റ്റന്റ്. ഓക്കെ, ഓപ്പോസിറ്റ് ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. എന്താണ്? കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അതേസമയം പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും. അതാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്. വെൻ അതർ തിങ്സ് റിമൈൻസ് ദ സെയിം, അല്ലെങ്കിൽ വെൻ അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റന്റ്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വോൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി? ഡിമാൻഡ് ആണോ, സപ്ലൈ ആണോ, പ്രൊഡക്ഷൻ ആണോ, യൂട്ടിലിറ്റി ആണോ? യൂട്ടിലിറ്റി ആണ് ആൻസർ അല്ലെ. ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്ടിലിറ്റി. ഇപ്പം മിസ്സിന് വെള്ളം വേണം. ഓക്കെ, അപ്പോൾ ആ വെള്ളത്തിന് എന്തിന്റെ പവർ ഉണ്ട്? മിസ്സിന്റെ ദാഹം ശമിപ്പിക്കാനുള്ള ഒരു പവർ ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? യൂട്ടിലിറ്റി എന്ന്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, a fall in demand by the rise in price is called expansion of demand ആണോ, contraction of demand ആണോ, increase in demand ആണോ, decrease in demand ആണോ? നമുക്കറിയാം ഏതാണ്? contraction of demand ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നോക്കിയേ, if the demand curve is a rectangular hyperbola, elasticity is dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആണെങ്കിൽ എന്താണ്? 0 ആണോ, 1 ആണോ, ലെസ് ദാൻ 1 ആണോ, അതോ ഇൻഫിനിറ്റി ആണോ? നമുക്കറിയാം ഏതാണ്? ED = 1 ആണ് വരുന്നത് അല്ലേ. യെസ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരുന്നു ഇത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റൻസ് ആണ്, 1 മാർക്ക് ക്വസ്റ്റൻസ് ആണ്. ദ സിറ്റുവേഷൻ വെയർ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? എക്സസ് സപ്ലൈ ആണോ, എക്സസ് ഡിമാൻഡ് ആണോ, ഇക്വിലിബ്രിയം ആണോ, അതോ ഡെഫിഷ്യന്റ് ഡിമാൻഡ് ആണോ? നമുക്കറിയാം ഏതാണ്? ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ എന്തിനെ വിളിക്കുന്നത്? മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, QD = 85 - P, QS = 70 + 2P. ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ആണോ, 2 ആണോ, 4 ആണോ, നൺ ഓഫ് ദീസ് ആണോ? നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? QD = QS ആണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഇസ് 85 - P = 70 + 2P. ഓക്കെ, അപ്പോൾ എന്താണ്? 85 - 70 വരും, പിയും ബിയും അപ്പുറം P + 2P എന്ന് വരും. ദാറ്റ് ഇസ് 15 = 3P എന്ന് വരും. ദെയർഫോർ P = 15 / 3. ദാറ്റ് ഇസ് എത്രയാണ് ആൻസർ വരുന്നത്? 5 ആണെന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് നോക്കിയേ, വെൻ ദ എക്സിസ്റ്റിംഗ് പ്രൈസ് ഇസ് ഹയർ ദാൻ ഇക്വിലിബ്രിയം പ്രൈസ്. നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസിലും കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിലും കൂടുതലാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? എക്സസ് സപ്ലൈ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നോക്കിയേ, മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ, മാർക്കറ്റ് സപ്ലൈ ഇസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. നൺ ഓഫ് ദിസ്. നമുക്കറിയാം ഏതാണ് ആൻസർ? മാർക്കറ്റ് സപ്ലൈ ഇസ് ഹയർ ദാൻ മാർക്കറ്റ് ഡിമാൻഡ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇൻഡിക്കേറ്റ്സ് ഡാഷ്. P = minimum AC, P less than AC, P greater than AC, none of the above. ഏതാണ്? P = minimum AC ആണെന്ന് പറയുന്നത്, മിനിമം ആവറേജ് കോസ്റ്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫോംസിന്റെ കേസിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ എന്താണ്? മൈക്രോ എക്കണോമിക്സിന്റെ പോർഷൻസ് കഴിഞ്ഞു. ഇനി മാക്രോ എക്കണോമിക്സിന്റെ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, മാക്രോ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിയേ, ഹൂ ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആഡം സ്മിത്ത് ആണോ, ആൽഫ്രഡ് മാർഷൽ ആണോ, JM കെയ്ൻസ് ആണോ, JBC ആണോ? നമുക്കറിയാം ആരാണ്? JM കെയ്ൻസ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ,
നോക്കിയേ, ഹൂ ഇസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? ആഡം സ്മിത്ത്, ജെ എം കെയ്ൻസ്, ആൽഫ്രഡ് മാർഷൽ, പോൾ എ സാമുവൽസൺ. നമുക്കറിയാം ആരാണ്? ആഡം സ്മിത്ത് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ജെ എം കെയ്ൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്? മാക്രോ എക്കണോമിക്സ്, വെൽഫെയർ എക്കണോമിക്സ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്, ബിഹേവിയറൽ എക്കണോമിക്സ്. നമുക്കറിയാം ഏതാണ്? മാക്രോ എക്കണോമിക്സ്. ജെ എം കെയ്ൻസ് ആണ് എന്ത്? ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്ന്. ജെ എം കെയ്ൻസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? മാക്രോ എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി? ഇതിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. നോക്കി, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിന്റെ ഫീച്ചറാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ. അപ്പോൾ അതല്ല ആൻസർ. പ്രോഫിറ്റ് മോട്ടീവ്, അതാണ് അവരുടെ ആകെയുള്ള മോട്ടീവ്. അപ്പോൾ അതുമല്ല. പ്ലാനിങ് മെക്കാനിസം, പ്രൈസ് മെക്കാനിസം. ഓക്കെ, നമുക്കറിയാം പ്ലാനിങ് മെക്കാനിസം ആണ് ഇതിന്റെ ഫീച്ചർ അല്ലാത്തത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ ടോപ്പിക് ഓഫ് മാക്രോ എക്കണോമിക്സ് ഫ്രം ദ ഫോളോയിങ്? ഇതിൽ മാക്രോ എക്കണോമിക്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഓരോ കൺസ്യൂമേഴ്സിന്റെ എന്താണ്, ഓരോരോ ഇൻഡിവിജ്വൽസിന്റെ സ്റ്റഡിയാണ്. ഇൻകം ഡിറ്റർമിനേഷൻ, ആരുടെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെന്താ, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ മാർക്കറ്റ് പ്രൈസ്. പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാലോ, എന്താ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഓക്കെ, അത്രയത്തിൻ്റെ കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് എന്ത്? ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്? 1929, 1776, 1936 ഓർ 1946? നമുക്കറിയാം ഏതാണ്? 1936 കണ്ടുപിടിച്ചത്. ഓക്കെ, യെസ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.